ഗൈസ് ഇമാജിൻ ഒരു കുറ്റകൃത്യം നടന്നു. പ്രതിക്കെതിരെ കുറ്റങ്ങളൊക്കെ ചുമത്തി കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ വിക്ടിമും പ്രതിയും തമ്മിൽ ഒരു സെറ്റിൽമെന്റിലെത്തി വിക്ടിമിന് പ്രതിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് കേസ് അവസാനിപ്പിക്കാൻ കഴിയുമോ? പറ്റും. ബട്ട് അതൊരു കോമ്പൗണ്ടബിൾ ഒഫൻസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ തെഫ്റ്റ്, ചീറ്റിംഗ്, ഡിഫമേഷൻ ഇതുപോലെയുള്ള ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിൽ വിക്ടിമിന് അക്യൂസ്ഡ് ആയി ഒരു കോംപ്രമൈസിലെത്തി ആൾക്കെതിരായുള്ള എല്ലാ ചാർജസും പിൻവലിക്കാം. കോമ്പൗണ്ടിങ് ഹാസ് എ സെയിം എഫക്ട് ഓഫ് അക്യൂട്ടൽ. എഫ്ഐആർ ഫയൽ ചെയ്തെന്നതോ ട്രയൽ തുടങ്ങിയെന്നതോ ഒന്നും കേസ് കോമ്പൗണ്ട് ചെയ്യുന്നതിന് ഒരു തടസ്സമല്ല. അതാണ് കോമ്പൗണ്ടബിൾ ഒഫൻസസ്. കോമ്പൗണ്ടബിൾ ഒഫൻസസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. കോടതിയുടെ പെർമിഷനോട് കൂടെയും ഇല്ലാതെയും കോമ്പൗണ്ട് ചെയ്യാൻ കഴിയുന്നത്. BNSSൽ സെക്ഷൻ 359ൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇനി കിഡ്നാപ്പിംഗ്, റോബറി പോലെയുള്ള വളരെ സീരിയസ് ഹീനസ് ക്രൈംസിൽ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഓപ്ഷനേ ഇല്ല. ബിക്കോസ് ഇതെല്ലാം ആ ഒരു വ്യക്തിയെ മാത്രമല്ല സൊസൈറ്റിയെ ഫുൾ ബാധിക്കുന്ന ക്രൈംസ് ആണ്. അതാണ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ്. എന്നാൽ അതിൽ ചില കേസുകളിൽ അക്യൂസറും വാദിയും തമ്മിൽ ഒരു കോംപ്രമൈസിൽ എത്തിയാൽ BNSS സെക്ഷൻ 520 പ്രകാരം ഹൈക്കോടതിയുടെ ഡിസ്ക്രിഷണറി ആൻഡ് എക്സെപ്ഷണൽ പവർ ഉപയോഗിച്ച് അക്യൂസ്ഡിനെതിരായുള്ള പ്രൊസീഡിംഗ്സ് ഹൈക്കോടതിക്ക് ക്വാഷ് ചെയ്യാവുന്നതാണ്. എങ്കിലും റേപ്പ്, മർഡർ പോലെയുള്ള ഗ്രേവ് ഒഫൻസസിൽ അതും സാധ്യമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്.